ഒസാമ ബിൻ ലാദന്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. AK-47 അൺബോക്സ് ചെയ്താലോ? കുറച്ച് പാടാണ് നടക്കാൻ. കാണുന്ന ബഡ് സ്റ്റോക്കും അതുപോലെ തന്നെ ബോഡിയും മടക്കി വെക്കുന്ന രീതിയിലാണ് ഇത് തന്നിരിക്കുന്നത്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ വരുന്നത് ഇതിന്റെ ഫ്രണ്ട് ബാരലാണ്. ഈ ബാരലിൽ തന്നെയാണ് അതിന്റെ ചാർജിങ്ങും ബാറ്ററിയും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇത് നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ AK-47 ആണെന്ന് പറയും ഒറ്റ നോട്ടത്തിൽ. ഇതിന്റെ കൂടെ നമുക്ക് മാഗസീനും കിട്ടുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിലിംഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറയും ഇത് ഒറിജിനലാണ്. ഈ മാഗസീൻ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ജെൽ ബോൾസ് ആണ്. ഇതുപോലെ ഒരു പാക്കറ്റിലാണ് അവർ ജെൽ ബോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. ഒരു പാത്രമോ ബോളോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ആവശ്യം അനുസരിച്ച് നിറയ്ക്കുക. പിന്നെ വെള്ളം നിറച്ചു കൊടുക്കുക. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചേറെ വെള്ളം ഒഴിച്ചോട്ടോ. ഏതാണ്ട് 4 മണിക്കൂറോളം ഈ ജെൽ ബോൾസ് വെള്ളത്തിലിട്ട് വെക്കുക. 4 മണിക്കൂറിന് ശേഷം ഏതാണ്ട് ഈ പരുവത്തിലാണ് നമുക്ക് ജെൽ ബോൾസ് കിട്ടുന്നത്. അത് മാഗസീനിൽ നിറച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഫിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഹോളോഗ്രാഫിക് സൈറ്റ് കിട്ടുന്നുണ്ട്, ഒരു സ്കോപ്പ് കിട്ടുന്നുണ്ട്, പിന്നെ ഒരു സൈലൻസർ കിട്ടുന്നുണ്ട്, പിന്നെ ചാർജ് ചെയ്യാനുള്ള കേബിള്, ബെൽറ്റ്, പിന്നെ സേഫ്റ്റി ഗ്ലാസസ്. ഈ ഒരു AK-47 ജെൽ ബ്ലാസ്റ്റർ ഒറിജിനൽ AK-47 അതേ മെഷർ അതേ ഡീറ്റെയിലിംഗ് എല്ലാം വെച്ച് ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. കണ്ണാടി ശരിയാവത്തില്ല, കാരണം എനിക്ക് കണ്ണ് കാണത്തില്ല. ഗണ്ണ് വരുന്നത് സിംഗിൾ ഫയർ ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് കൂടാണ്. എന്തോ അടിക്കണ്ടേ? അടിക്കണോ? ഇനി ഇതാണ് നമ്മുടെ ലക്ഷ്യം. കുറച്ച് ഹാർഡ് ലെവലാണ്. കഴിഞ്ഞ വട്ടം ഇത് മേടിക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. വൈറ്റിലുള്ള ലൈലാക് ടോയ്സ് എന്ന് പറഞ്ഞ ഷോപ്പിനാണ് ഞാൻ ഇത് വാങ്ങിയത്. AK-47 അവിടെ സ്റ്റോക്ക് ഔട്ട് ആയി. അത് സ്റ്റോക്ക് ഔട്ട് ആക്കിയത് ഞാനാണ്, കാരണം അവിടെ ഒരു പീസേ ഉള്ളായിരുന്നു. ആ ഒരു പീസ് ഞാനിങ്ങ് വാങ്ങി. പിന്നെ AK-47 അല്ലാതെ അവിടെ കുറച്ചധികം മോഡൽസ് ഉണ്ട്. M60 വിത്ത് ബൈപോഡ്, അതുപോലെ തന്നെ പബ്ജിയിൽ ആർക്കും വേണ്ടാത്ത വെക്ടർ ഗണ്ണ്, പിന്നെ FN P90 ലേസറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ AK-47 വരുന്നത്. ഇത് 1:1 സ്കെയിലിൽ ഫുൾ സ്കെയിലിൽ വരുന്ന സാധനം. നമ്മുടെ ഒറിജിനൽ ഗണ്ണിൻ്റെ അതേ സ്റ്റൈലിൽ അതേ അളവിൽ ഒക്കെ ചെയ്തേക്കുന്ന ഒരു സാധനമാണ്. വുഡ് ഫിനിഷിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് ABS പ്ലാസ്റ്റിക്കാണ്, ഇമ്പോർട്ടഡ് ഗണ്ണാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പാത്തി നമുക്ക് ഫോൾഡ് ചെയ്യാം. സ്ട്രോങ് സാധനം, നല്ല അടിപൊളി സാധനം. ഇത് സിംഗിൾ ഷോട്ടും ഉണ്ട്. ഇത് ഇങ്ങോട്ട് ലിവർ മാറ്റി കഴിഞ്ഞാൽ ഷോട്ടും ഉണ്ട്. ഇതിൽ മാഗസിൻ എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഈ ക്ലിപ്പൊന്ന് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഇതിലാണ് നമ്മൾ ബുള്ളറ്റ് നിറക്കണത്. എവിടെ തുറക്കട്ടെ അങ്ങോട്ട്. ഇതിൽ നിറച്ചിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ ഇതിൽ തന്നെ പമ്പിങ് ഉണ്ട്. ഇതിലേക്ക് ലൈൻ, ഇതിലൊരു മോട്ടർ ഉണ്ട് തോന്നുന്നു. ഇതിൽ തന്നെ പമ്പ് ചെയ്ത് കയറുക. പമ്പ് ചെയ്ത് കയറി പിന്നെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മുടെ ബാറ്ററി ഇത് റീചാർജബിളാണ്. ഇത് ഇങ്ങോട്ട് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഈ പോർട്ടിലാണ് റീചാർജ് ചെയ്യണത്. റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കായി. ഇതിന് പകരം നമുക്ക് സൈലൻസറും കൂടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഈ ഒരു അറ്റത്ത് ഇത് മാറ്റിയിട്ട് നമുക്ക് വലിയ സൈലൻസർ ഫിറ്റ് ചെയ്യാം. ഇത് പിന്നെ വേറെന്താ പറയുക, സാധനം പൊളിയാണ്. M60 AK-47 ഇത് വെക്ടർ ഗണ്ണ്, ഇത് P90. ആ സമയത്ത് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് മേടിക്കണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കൺഫ്യൂഷനിലായിപ്പോയി ഞാൻ. അത് സാധനമൊക്കെ അടിപൊളിയാ, പക്ഷെ അത് മേടിക്കണോ വേണ്ടെന്നൊരു കൺഫ്യൂഷൻ. അത് മേടിക്കണോ? നോക്കണേ, അത് മേടിക്കാം അല്ലേ? മേടിക്കും. മൂഡ് തെറ്റായി, മേടിച്ചേക്കാം. സോ ഗൈസ്, ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് മേടിക്കാൻ തോന്നുവാണെങ്കിൽ അപ്പം തന്നെ മേടിച്ചേക്കണം. കാരണം ആയ കാലത്ത് ഇതൊന്നും നമുക്ക് മേടിച്ചു തരാൻ ആരും ഇല്ലായിരുന്നു. സോ നൗ വി ആർ ഗ്രോൺ ചിൽഡ്രൻസ് വിത്ത് മണി.